ഹലോ, ഇന്ന് കപ്പ ചെണ്ടമുറിയൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയിലാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ 2 കപ്പ മേടിച്ചു, 1 കിലോ കപ്പ മേടിച്ചു. അത് ചെണ്ട പോലെ മുറിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് 2 കഷ്ണം എടുത്തിട്ടുള്ളൂ. 1 കിലോ മേടിച്ചുള്ളൂ. 1 കിലോ പോലും ഇല്ല, 950 ഗ്രാമേ ഉള്ളായിരുന്നു. ഞങ്ങൾ 4 പേരുള്ളൂ. അതിനകത്ത് ചെറിയ കുഞ്ഞ് കഴിക്കത്തില്ല, ഞങ്ങൾ 3 പേര് കഴിക്കത്തുള്ളൂ. നല്ല കപ്പയാണ്, കണ്ടിട്ട് നല്ല കപ്പയായിട്ട് തോന്നി, അതാണ് മേടിച്ചത്. നല്ല കപ്പയായിരുന്നു. നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പം ഇവിടെ എനിക്ക് 55-60 രൂപ കണ്ട കിലോയ്ക്ക്. ഞാൻ വേറെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര വിലയെന്ന് ചോദിച്ചില്ല, നല്ല കപ്പയെ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചു. എന്തായാലും ഞങ്ങൾ ഒത്തിരി നാളെ കപ്പ കഴിച്ചിട്ട്. ഇടയ്ക്ക് കപ്പ വേവിച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെണ്ടമുറിയനായിട്ട് പുഴുങ്ങുകയാണ്. ഞങ്ങളവിടെ ചെണ്ടമുറിയൻ കപ്പ എന്നാണ് പറയുന്നത്, ഈ തിരുവല്ല, കോഴഞ്ചേരി, റാന്നി ഭാഗത്ത്. നിങ്ങളവിടെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. കപ്പ ചെണ്ടമുറിയൻ പുഴുങ്ങുക, ചെണ്ടമുറിയൻ കപ്പ. അപ്പോൾ ഇങ്ങനെ എല്ലാം തൊലി കളഞ്ഞെടുക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് 2ആയിട്ട് മുറിക്കുന്നുണ്ട്. മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും, അല്ലെങ്കിൽ സമയമെടുക്കും വേകാൻ വേണ്ടി. ഇത് കണ്ടിട്ട് നല്ല കപ്പയായിട്ട് തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് വേഗമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ചില സമയത്ത് മേടിച്ച് കഴിഞ്ഞാണല്ലോ ഈ കപ്പ വേഗത്തില്ല. എത്ര സമയം ഇന്ന് അടുപ്പ് വെച്ചാലും വേഗത്തില്ല. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ നല്ല കപ്പയാണെന്ന് തോന്നി, അതാണ് മേടിച്ചത്. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ തൊലിലും കളഞ്ഞ് വേറെ പാത്രത്തിൽ ഇടുവാണ്. പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകണം. കഴുകി എടുക്കാൻ വേണ്ടി ഒത്തിരി കഴുകേണ്ട ആവശ്യമില്ല, ഒന്നും കഴിക്കാൻ മതി. ചെളിയൊന്നുമില്ല, ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇന്ന് ഈവനിങ് ഞങ്ങൾ കപ്പ പുഴുങ്ങിയതും പിന്നെ അതിൻ്റെ കൂടെ മുളക് ചമ്മന്തി ആണ് ഉദ്ദേശിക്കുന്നത്. നല്ല മുറിച്ചെല്ലാം എടുത്ത് നല്ലതായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് നേരെ അടുപ്പിലോട്ടങ്ങ് വച്ചേക്കാം. വേറൊരു പാത്രം എടുത്ത്, ഈ പാത്രത്തിൽ കൊള്ളത്തില്ല, നിറഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ വെളിയിലോട്ട് വെള്ളമാണ് വീഴും. വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. കഴുകിയിട്ട് ഒന്നേ കഴുകുന്നുള്ളൂ, വേറോട്ട് കഴുകുന്നില്ല. കഴുകി മാറ്റിയിട്ട് നമുക്ക് അടുപ്പ് വെക്കാം. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നമുക്ക് ഗ്യാസിലോട്ട് കത്തിക്കാൻ വെക്കാം. അവിടെ ക്യാമറ നമ്മൾ സ്റ്റാൻഡ് വെച്ച് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ഇടാം. നമുക്ക് ചട്നി ഉണ്ടാക്കാം. പച്ചമുളക്, പിന്നെ ചെറിയുള്ളിയാണ് ശരിക്കും വേണ്ടത്. ചെറിയുള്ളി ഇല്ല, അതുകൊണ്ട് വലിയുള്ളി ഒരു ഫുൾ ഒരെണ്ണം എടുത്തു. സവാളയും എടുത്തു. ചെറിയുള്ളി ഉണ്ടാക്കി നല്ല ടേസ്റ്റായതിന്. ശരിക്കും പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് എനിക്കിഷ്ടമാണ്, പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും എണ്ണ ഒഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തൈര് ഒഴിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കത് ഉള്ളി, സവാള നന്നായി കട്ട് ചെയ്തിടാം. അല്ലെങ്കിൽ പിന്നെ ശരിക്കും അരയണം. ശരിക്കും ചതച്ചെടുത്താൽ മതി. പക്ഷേ ചതക്കിനെക്കാട്ടും നല്ല ഒന്ന് മിക്സ് ചെയ്ത് അരച്ചേക്കുന്നത് പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഉള്ളിയുടെ പകുതി എടുത്താൽ മതി, പക്ഷേ പകുതി എടുത്തിട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഫുൾ ഉള്ളി എടുത്തു. അത് കഴിഞ്ഞിട്ട് അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാൻ നിങ്ങളെ. അരച്ച് കഴിഞ്ഞ് സെറ്റപ്പായി. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ആവിയെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. അവിടെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര, ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. അപ്പോൾ അരച്ച് കഴിഞ്ഞ് നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് അതിന് തൈര് ഒഴിക്കാം. നല്ലതായിട്ട് അരച്ചതെല്ലാം ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്. പാത്രം കഴുകാനിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇടുന്നു, കുഴപ്പമില്ല, തൈര് ഒഴിക്കുന്നതല്ലേ. ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ദഹി അത് പാക്കറ്റ് തരുന്ന ദഹി നമ്മൾ മേടിക്കുന്നത്. അത് തൈര് ഒഴിച്ചു. തൈര് കുറച്ച് അധികമുള്ള ആ മുഴുവൻ തൈരും അങ്ങ് എടുത്തു യൂസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ടൊന്ന്, തണുത്ത തൈരാണ്, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തണുത്ത് കഴിഞ്ഞാൽ. അത് ഞാൻ മിക്സ് ചെയ്ത് തിരിച്ച് അതുപോലെ എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു. അല്ലെങ്കിൽ പിന്നെ അതൊരു വെളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് കാണുന്നത് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് കപ്പ തിളച്ച് വരുന്നുണ്ട്. നല്ലതായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് വെന്തെന്ന് തോന്നുന്നു. ഒന്ന് കുത്തി നോക്കാം. നമുക്ക് കുത്തി നോക്കുമ്പോൾ അറിയാം, ഓൾമോസ്റ്റ് കണ്ടറിയാം വെന്തെന്ന്. ഇത് വെന്തു. നമുക്കിത് ഊറ്റാനുള്ള റെഡി. അപ്പോൾ ഇത് അടച്ച് വെച്ചു. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളിത് പിന്നെ ഇതൊക്കെ ഇടുന്ന അങ്ങനെ ഇതെങ്ങനെയൊക്കെ ഞാനിത് വീഡിയോ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത് ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ച സാധനമാണ്. നമ്മളിത് അരിയൊക്കെ ഊറ്റാൻ വേണ്ടി മേടിച്ച സാധനം കേട്ടോ. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച. ഇത് നല്ല രസമുണ്ട്. പക്ഷേ കുറച്ച് റിസ്ക്കാണ്. വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തോട് വീഴുമെന്നുള്ള കാര്യം ഇതുണ്ട്. അത്രയും വെള്ളം. പക്ഷേ ഞാനിത് അരിയിനകത്ത് ഊറ്റി നോക്കണം. അരി ഊറ്റി നോക്കുമ്പോൾ പകുതി അരി അതിനകത്ത് വെളിയിൽ പോകും.
ഇത് കപ്പയാണ്ട് കുഴപ്പമില്ല. കപ്പയാണ് കറക്റ്റായിട്ട് എന്തെന്ന് വെള്ളം മാത്രം വെളി വരും. അല്ലെ അരി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് അരി ശേഷം ഊറ്റാനല്ല. അരി ഊറ്റി കഴിഞ്ഞാൽ കുറച്ച് അരി വെളി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ ശരിക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എന്ന് അരി ഊറ്റിയോ അന്ന് അരി അതിനകത്ത് മുഴുവൻ വെളി വരും. അപ്പോൾ കപ്പ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റാം. വേറെ പാത്രത്തിൽ ഒറ്റ പാത്രത്തിൽ അങ്ങനെ എല്ലാവരും കഴിക്കാൻ വെച്ചു പാത്രത്തിലോട്ട് കുടഞ്ഞ് കിടാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് മനസ്സിലായി നല്ല കപ്പയാണെന്നുള്ള കാര്യം. നല്ല പൊടിക്കപ്പയാണ്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കപ്പ. അപ്പോൾ കപ്പ ഒരു ഒറ്റ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകണം. എല്ലാം കൂടെ നമ്മുടെ ഹാളിലോട്ട് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ അവയോട് നീ പോയി ഫ്രിഡ്ജിൽ ചട്നി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു അവളോട്. അപ്പോൾ അത് താഴെ ഇരുന്നു. അവിടെ പ്രിയ അവിടെ നിന്ന് മേത്തി വൃത്തിയാക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ താഴെ ഇരുന്നിട്ടുണ്ട്. അവൾ ചട്നി കൊണ്ടുവന്നിട്ട് നമ്മൾ ചെറുതിനോട് പറഞ്ഞു നീ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുക. ചട്നിയുടെ കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ കുഞ്ഞ് കഴിക്കത്തില്ല, അവൾക്ക് ഇഷ്ടമല്ല കപ്പ കഴിക്കുന്നത്. അവൾ നിർബന്ധിച്ചാൽ കുറച്ച് കഴിക്കും. ചൂടോടെ നമ്മുടെ സമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ വീഡിയോ കാണാം. ബൈ.